ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ i3s സ്പ്ലെൻഡർ പ്ലസ് ആണ് വണ്ടി. അതിൻ്റെ ഒരു എൻജിൻ വർക്കിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് കംപ്ലൈൻ്റ് ആയിട്ട് സിലിണ്ടറൊക്കെ കംപ്ലൈൻറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൻ്റെ കണക്ടർ റോഡ് കംപ്ലൈൻ്റ് ആയിട്ട് പിസ്റ്റൺ സിലിണ്ടറൊക്കെ ഡാമേജ് ആയ വണ്ടിയാണ്. അപ്പോൾ നിലവിൽ ഫുൾ പാർട്സുകൾ, അതായത് ഡാമേജുള്ള പാർട്സുകൾ മാറ്റി പുതിയത് ഇട്ടിട്ട് സെറ്റ് ചെയ്യണ വർക്കാണത് കേട്ടോ. അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ഇതേപോലെ അസംബ്ലി ആയിട്ട് തന്നെ മേടിച്ച് മാറ്റാണ്. പുതിയ ഷാഫ്റ്റ് അങ്ങനെ തന്നെ കമ്പനി ഐറ്റമേ. അതിന് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോൾ നമുക്ക് വന്നത് അതിന് മാത്രം 4650 രൂപയാണ് ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് വരാം. പിന്നെ സിലിണ്ടർ പിസ്റ്റണൊക്കെ, സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ടാണ് വരാം. സിലിണ്ടർ കിറ്റിന് വരുമ്പോഴത്തേക്കും സിലിണ്ടർ കിറ്റിനും 2304 രൂപ സിലിണ്ടർ കിറ്റ് മാത്രം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിലൊക്കെ വന്ന ഈ ബെയറിംഗ് സെറ്റൊക്കെ മാറിട്ടോ. ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്ങുകളെല്ലാം തന്നെ മാറ്റുന്നുണ്ട്. ബെയറിംഗ് കിറ്റായിട്ട് വരുമ്പോൾ 485 രൂപ ഉണ്ട്. അതേപോലെ തന്നെ എഞ്ചിനകത്ത് വന്ന ചെയിനുണ്ട്, ക്യാം ചെയിൻ എന്ന് പറയും, 460 രൂപ. പിന്നെ അതിൻ്റെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, സ്പ്രിങ്, ന്യൂട്രൽ പ്ലേറ്റ്, ഗ്യാസ്കറ്റ്, പുഷ് റബ്ബർ, പ്ലഗ് റബ്ബർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ക്ലച്ച് ഡിസ്ക് കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഐറ്റംസൊക്കെ മാറ്റുന്നുണ്ട്. ഗ്യാസ്കറ്റ് കിറ്റ് മാറ്റുന്നുണ്ട്. ഗ്യാസ്കറ്റ് മാത്രം നമുക്ക് 520 രൂപ ഗ്യാസ്കറ്റ് കിറ്റിന് മാത്രം വരുന്നുണ്ട്. പിന്നെ ഓയിൽ സീൽ കിറ്റ് 180 രൂപ. പിന്നെ എൻജിൻ ഓയിൽ, പ്ലഗ്, അങ്ങനെ എൻജിൻ്റെ എല്ലാ ഭാഗം തന്നെ ഡാമേജ് വരാൻ സാധ്യത ഉള്ളതും, അതായത് ഇപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് ഉള്ളതും, പിന്നെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ മാറ്റേണ്ടതായിട്ടുള്ള പാർട്സുകളെല്ലാം മാറ്റി തന്നെ ചെയ്യുന്ന വർക്കാണ് കേട്ടത്. ഇത് നമുക്കൊരു 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണത്. 1 വർഷം വാറണ്ടി. അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നൊരു കണ്ടീഷൻസ് നോക്കിയാൽ മതി. അതിനകത്ത് വേറെ ഒന്നുമല്ല. ഫസ്റ്റിലത്തെ നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് സർവീസ് 1 മാസത്തിനുള്ളിൽ വരും. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എൻജിൻ സർവീസ് കറക്റ്റായിട്ട് ചെയ്യണം. അത് ഓയിൽ മാറ്റി ഫിൽട്ടർ ക്ലീനിങ് കമ്പൽസറി ആണ്. അത് 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണോ ആദ്യം തന്നെ ആ സമയത്ത് ചെയ്യണം. പിന്നെ എൻജിൻ വർക്ക് ചെയ്യണ ഡേറ്റ് തുടങ്ങിയിട്ട് 4-ാം മാസം അങ്ങനെ 4 മാസം കൂടുമ്പോൾ 3 പെയ്ഡ് സർവീസും കൂടിയും വരും. അത് ജനറലായിട്ടുള്ള സർവീസാണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. വാറണ്ടി പീരീഡിൽ കമ്പൽസറി ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിൽ സമയത്തിന് മാറ്റാം. കറക്റ്റ് പീരിയോഡിക് സർവീസുകൾ 4 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്ത് വണ്ടി ഓക്കെ ആണെന്ന് ഒരു റിപ്പോർട്ട്, അത് ജസ്റ്റ് ഓക്കെ ആണ്, അങ്ങനെയാണ് ശരിക്കും വണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓരോ 4 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ തേയ്മാനം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നോക്കണം. ഇത് പിന്നെ എൻജിൻ വർക്ക് ചെയ്തതുകൊണ്ട് എൻജിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തി അതിൻ്റെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും ക്ലെയിം വന്നാൽ, അത് 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതിനൊരു കാലാവധി പറയണത് അങ്ങനെയാണ്. 1 വർഷം ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷം കണക്ക് കൂട്ടും. 1 വർഷം കഴിയുമ്പോൾ വാറണ്ടിയുടെ കാലാവധി കഴിയും. ഓട്ടം നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് വർഷം കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം 1 മാസം തന്നെ 3000-4000 കിലോമീറ്ററൊക്കെ ഓടുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ ഒരു കാലാവധി തന്നെ വാറണ്ടി പീരീഡിൻ്റെ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. ഇപ്പോൾ ഇതിനകത്ത് ഈ വാറണ്ടി പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സ്പീഡ് മീറ്റർ കൃത്യമായിരിക്കണം. അതായത് സ്പീഡ് മീറ്ററിനകത്ത് കിലോമീറ്റർ കൗണ്ടിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്കൊരു എന്താ പറയുക, തർക്കങ്ങളില്ലാണ്ട് നമുക്ക് വാറണ്ടിയിൽ എന്തെങ്കിലും വന്നാൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മീറ്റർ നിർബന്ധമായിട്ടും വർക്കിംഗ് ആണെന്നുള്ള ദിവസം ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി വിടും. വണ്ടിയുടെ ഫിറ്റ്നസ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് വിടണം. അതിന് വേണ്ടിയാണ് 4 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും സർവീസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കറക്റ്റായിട്ട് സംഭവം ചെയ്തു പോകുന്നതാണ്. ഇത് വണ്ടി നല്ല രീതിയിൽ ഉപയോഗമുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് നമ്മളതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ ഭാഗത്ത് ഏതൊക്കെ പാർട്സുകളാണ് നമ്മൾ ഉപയോഗിക്കണേ, ഏതെല്ലാം പാർട്സുകളാണ് മാറ്റി പിടിപ്പിക്കുന്നത്, അത് ഏത് പാർട്സാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സേവ് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.